ഒരു മിക്സർ ജാറിൽ മുളകുപൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, സവാള 2 എണ്ണം, തേങ്ങ ചിരകിയത് 2 ടേബിൾ സ്പൂൺ, ഗ്രാമ്പൂ 3 എണ്ണം, 3 ഏലക്ക, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, നല്ല ജീരകം 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടി ചേർത്ത് മയത്തിൽ അരച്ചെടുക്കുക. വേറൊരു മിക്സി ജാറിൽ 20 അണ്ടിപ്പരിപ്പ്, 3/4 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. 2 തക്കാളിയുടെ പ്യൂരി ബീഫിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി 15 മിനിറ്റ് വെക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് 20 ചുവന്നുള്ളി ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് ആദ്യം അരച്ചെടുത്ത് വെച്ച മസാലകളുടെ അരപ്പ് ചേർത്ത് വഴറ്റുക. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി പ്യൂരി മാരിനേറ്റ് ചെയ്ത ബീഫ് ചേർത്ത് നന്നായി വഴറ്റുക. നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളവും ചേർത്ത് വേവിക്കണം. ഇറച്ചി വെന്ത ശേഷം തേങ്ങാപ്പാലിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് അരച്ചെടുത്ത അരപ്പ് ചേർക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കണം. സ്വാദിഷ്ടമായ ബീഫ് കറി ഇവിടെ തയ്യാറാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.